ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എവർസ്കിന്നിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഡെർമറ്റോളജി പ്രൊസീജിയറിനെ പറ്റിയാണ്. PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. PRP എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകളെ വേർതിരിച്ചെടുത്ത് ഇഞ്ചെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മൈക്രോനീഡിൽ പോലത്തെ പ്രൊസീജിയറിനോടൊപ്പം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് PRP ട്രീറ്റ്മെന്റ്. ഹെയർ ലോസിനും സ്കിൻ റിജുമിനേഷനും വേണ്ടിയാണ് ഈ ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റുകളിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ സ്കിന്നിനെ റിജുമിനേറ്റ് ചെയ്യാനും ഹെയർ ഫോളിക്കിലുള്ള സ്റ്റെം സെൽസിനെ, അതായത് രോമകൂപങ്ങളിലുള്ള സ്റ്റെം സെല്ലിനെ റിജുമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഹെയർ ലോസിനും സ്കിൻ റിജുമിനേഷനും വേണ്ടി PRP ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവഴി മൈൽഡായിട്ടുള്ള സൂപ്പർ ഫിക്ഷൻ ആക്നെ സ്കാറുകളും ഫൈൻ റിങ്കിൾസും PRP വഴി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്നതാണ്. ഇത് കൂടാതെ ഹെയർ ലോസിൽ പ്രത്യേകിച്ചും ആൻഡ്രോജനിക് അലോപേഷ്യ പോലത്തെ ഹെയർ ലോസിന്റെ കാരണങ്ങൾ നമുക്ക് PRP വഴി ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഈ ട്രീറ്റ്മെന്റിലൂടെ ഹെയർ നല്ലപോലെ ഗ്രോത്ത് കൂട്ടുവാനും സഹായിക്കുന്നു. ഇപ്പോൾ PRPയുടെ അഡ്വാൻസ് വേർഷൻ ആയിട്ടുള്ള GFC അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന തെറാപ്പിയും അവൈലബിൾ ആണ്. PRPയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ ക്ലിയറൻസോ ആവശ്യമുണ്ടെങ്കിൽ സഞ്ജീവനി ഹോസ്പിറ്റൽ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റുമായി സമീപിക്കാവുന്നതാണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് സ്കിൻ പ്രോബ്ലംസിനെ പറ്റി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. സൈനിങ് ഓഫ് അഹല്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെർമറ്റോളജി, സഞ്ജീവനി ഹോസ്പിറ്റൽ.